Good morning. Today going to talk about commercial banks. Source of finance എന്നുള്ള യൂണിറ്റിലെ ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോണുകൾ. എ ലോൺ ഈസ് എ കൈൻഡ് ഓഫ് അഡ്വാൻസ് വിത്ത് ഓർ വിത്തൗട്ട് സെക്യൂരിറ്റി, ഫിക്സഡ് പീരീഡ്, എഗ്രീഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റീപേയ്മെൻറ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ഓർ എക്സ്പയറി ഓഫ് ദ സെർട്ടൺ പീരീഡ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസസ് ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ലോൺ ഫിനാൻസിങ് എന്നുള്ള ഭാഗത്തിലുള്ളതാണത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, നമുക്ക് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സെക്യൂരിറ്റി വെച്ചിട്ടോ സെക്യൂരിറ്റി വെക്കാണ്ടോ നമുക്ക് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റീപേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ആയിട്ട് റീപേയ്മെൻറ്റ് നടത്താം. നമ്മളൊരു ഇൻട്രസ്റ്റാണ് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരിക. Cash credit. Cash credit is arrangement by which banker allows the customer to borrow money up to certain limit. It is usually made against securities, goods hypothecated or pledged with the bank. ഇതിൽ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ലോണാണ്. അതായത് നമ്മൾ അസറ്റ് പ്ലഡ്ജ് ചെയ്തിട്ട് എടുക്കുന്ന ലോണാണ്. അസറ്റ് പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിനെയാണ് ഹൈപ്പോത്തിക്കേറ്റഡ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പ്ലഡ്ജഡ്. ഹൈപ്പോത്തിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസ് ഒക്കെ വെച്ചിട്ട്, അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും, വെഹിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ RC ബുക്കൊക്കെ നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില സാധനങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ വെക്കും, പ്ലഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ ലോൺ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ പ്ലഡ്ജ് എന്ന് പറയും. അതായത് ആ അസറ്റ് അവിടെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാവും, പണയം വെച്ചിട്ടുണ്ടാവും. മറ്റേതാണെങ്കിൽ അത് വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ RC ബുക്ക് ഡോക്യുമെൻ്റ് ആണ് പണയം വയ്ക്കുക, ആ വെഹിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഹൈപ്പോത്തിക്കേറ്റഡ്, HP ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുക ക്യാഷ് ക്രെഡിറ്റ് എന്നാണ്. നെക്സ്റ്റ് പ്ലഡ്ജ്. നോർമൽ ഗുഡ്സ് പ്ലേസ്ഡ് കസ്റ്റഡി ഓഫ് ദ ബാങ്ക് വിത്ത് ദ നെയിം ഓഫ് ഗോഡൗൺ വെർ ദർ സ്റ്റോർഡ്, ദ ബൊറോഹർ റൈറ്റ് ടു ഡീൽ വിത്ത് ദം. അതായത് സാധാരണ പ്ലഡ്ജ് നമ്മൾ ഏതെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് നമ്മൾ ആധാരോ അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സ് ലാൻഡോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതാണ് ലോൺ. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് ഗിവൺ ടു ദ ബാങ്ക്. അതായത് മറ്റേതിൽ പ്ലഡ്ജിൽ നമ്മൾ പൊസഷൻ അവർക്ക് കസ്റ്റഡി കൊടുക്കുന്നു, ബാങ്കിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ഇത് നമ്മളാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ബാങ്കിൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കുന്നില്ല. മറ്റേ നമ്മൾ ഡോക്യുമെൻറ്റുകൾ നമ്മൾ റിമൈൻ അറ്റ് ദ ഡിസ്പോസൽ ആൻഡ് ഗോഡൗൺ ഓഫ് ദ ബോറോവർ. അവർക്ക് ഡിസ്പോസ് ചെയ്യുന്നില്ല, നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മാത്രം ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓവർ ഡ്രാഫ്റ്റ്. ദ കസ്റ്റമർ മേ അലൗ ടു ഓവർ ഡ്രാഫ്റ്റ് ഓവർ ഡ്രോ ദ കറണ്ട് അക്കൗണ്ട്. അതായത് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള പൈസ ടെമ്പററി ലോണായിട്ട് വിഡ്രോ ചെയ്യുന്നതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബിൽ ഡിസ്കൗണ്ടിങ്. ദ ബാങ്ക് ഓൾസോ അഡ്വാൻസ് ടു ദെയർ കസ്റ്റമേഴ്സ് ബൈ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് വിത്തൗട്ട് സെക്യൂരിറ്റി. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടി നമുക്ക് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് 3 മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ബില്ല് തന്നിട്ടുണ്ടെങ്കിൽ, പ്രോമിസറി നോട്ട്സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻറ്റ്, ചെക്ക് പോലെയുള്ള ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. 3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് എമൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതിനു മുമ്പ് നമുക്കൊരു ഡോക്യുമെൻറ്റ് തന്നിട്ടുണ്ടാവും. ഈ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ആ ഡോക്യുമെൻറ്റ് ബാങ്കിൽ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ 1 lakh rupeesൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90,000 rupees നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ആ ബില്ലിലെ എമൗണ്ട് 1 lakh ഉണ്ട്, അതിൽ കുറച്ച് പൈസ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരും. 3 months കഴിയുമ്പോൾ ആ എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബിൽ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ട് ചീപ്പാണ്, ചിലവ് കുറവാണ്, നമുക്ക് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സോ കുറേ ഫോർമാലിറ്റീസോ ഒന്നുമില്ല. ഡിഫറെൻറ്റ് സ്കീംസ് അവൈലബിൾ ആണ്. കൺസെഷണൽ റേറ്റൊക്കെ കിട്ടും. ചില സ്കീമുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഡിസ്കൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കുറയും. കൊമേഴ്സ്യൽ ബാങ്ക് ഓൾട്ടേഴ്സ് എ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു ദ ബോറോവർ. നമുക്ക് ചില ലോണുകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നമുക്ക് ഏതാണ് ബെറ്റർ എന്നെങ്കിൽ ആ ഓപ്ഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇനി അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക് റിക്വയർസ് സൈനിങ് ഓഫ് നമ്പർ ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതിൽ കുറേ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാനുണ്ട്. കൊമേഴ്സ്യൽ ബാങ്ക് റെയിലി ഗ്രാൻഡ്സ് അൺസെക്യൂർഡ് ക്രെഡിറ്റ് ടു ദ ഫേംസ്. നമ്മൾ അൺസെക്യൂർഡ് ആയിട്ട് മിക്കപ്പോഴും എന്തെങ്കിലും അസറ്റുകൾ ബാങ്കിൻ്റെ കസ്റ്റഡിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്ന അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റുകൾ കുറവാണ്.
കൊമേഴ്സ്യൽ ബാങ്ക് ടേക്സ് എ വെരി ക്രിട്ടിക്കൽ വ്യൂ ഓഫ് ഈവൻ സ്മോൾ ഇറഗുലാരിറ്റി കമ്മിറ്റഡ് ബൈ ദ കസ്റ്റമർ ഇൻ ദ പേയ്മെൻറ്റ്. അതായത് ഏതെങ്കിലും ഒരു അടവ് പേയ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും. ക്രിട്ടിക്കലി വ്യൂ ഈവൻ സ്മോൾ ഇറഗുലാരിറ്റി, ഒരു ചെറിയ മാറ്റം, ഒരു പ്രാവശ്യം ലോൺ അടിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് മെസ്സേജ് തരും. നമ്മൾ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ നമ്മളത് അസറ്റ് പ്ലഡ്ജ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, ആ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള അസറ്റ് അവർ സെയിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ തരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും ഒരു ബേർഡനായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതാണ് ഡീമെറിറ്റിൽ പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ. ഓക്കെ, താങ്ക് യു.